പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, നമ്മളിന്നിവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചെറുപുഴ കൃഷിഭവൻ്റെ എക്കോ ഷോപ്പിൽ ഇപ്പോൾ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത ഉപപ്രധാന സൂക്ഷ്മ മൂലക മിശ്രിതത്തെക്കുറിച്ചാണ്. അയർ എന്നറിയപ്പെടുന്ന ഈ ഉപപ്രധാന സൂക്ഷ്മ മൂലക മിശ്രിതത്തിൽ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നീ ഉപപ്രധാന മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളായ സിങ്ക്, ബോറോൺ എന്നിവയും അടങ്ങിയിരിക്കുന്നു. നമ്മളുടെ കർഷകർക്കിടയിൽ സാധാരണ പ്രാഥമിക മൂലകങ്ങളെക്കുറിച്ച് NPK, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നതെങ്കിലും നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട മൂലകങ്ങളാണ് ഈ ഉപപ്രധാന മൂലകങ്ങളും സൂക്ഷ്മ മൂലകങ്ങളും. ഇപ്പോൾ വാഴയിൽ നിങ്ങൾ നോക്കൂ, കാൽസ്യത്തിൻ്റെ അഭാവം മൂലമാണ് ഇലകൾക്ക് കട്ടി കൂടുന്നതും ഇലഞരമ്പുകൾ തടിച്ചിരിക്കുന്നതും കൂമ്പ് വിടർന്നു വരാതിരിക്കുന്നതും. അതുപോലെ തന്നെ ഈ കുരുമുളക് വള്ളിയിൽ നിങ്ങൾ നോക്കൂ, ബോറോണിൻ്റെ അഭാവം മൂലമാണ് കുരുമുളകിൽ മണികൾ വരാൻ താമസം പിടിക്കുന്നത്. അതുപോലെ തന്നെ മഗ്നീഷ്യത്തിൻ്റെ അഭാവം മൂലമാണ് ഇലകളുടെ പ്രധാനപ്പെട്ട ഞരമ്പുകൾ പച്ച നിറത്തിലും ബാക്കിയുള്ളവ മഞ്ഞ നിറത്തിലും കാണപ്പെടുന്നത്. അങ്ങനെ മിക്കവാറും ചെടികൾക്ക് നമ്മുടെ ഉപപ്രധാന സൂക്ഷ്മ മൂലകങ്ങൾ ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ കുരുമുളകായാലും കവുങ്ങായാലും അതുപോലെ തന്നെ വാഴ, പച്ചക്കറികൾ, ഇതിനെല്ലാം നമുക്ക് അയർ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. വാഴയിൽ ഇത് 200 ഗ്രാമാണ് ഉപയോഗിക്കേണ്ടത്. 2-ാം മാസവും 4-ാം മാസവും 100 ഗ്രാം വീതമാണ് വാഴയിൽ ഇത് മണ്ണുമായി ചേർത്ത് നമ്മൾ ഉപയോഗിക്കുന്നത്.